ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, എന്തൊക്കെ വർത്താനം? നമ്മളതല്ല ഓൾദി ചോദിച്ചു നോക്കി. എല്ലാവർക്കും എന്താ വർത്താനം? സുഖാണെന്നൊക്കെ വിചാരിക്കണ്. എല്ലാരും കമന്റ് ചെയ്യൂ. മഴ ഇടിയൊക്കെ ഉണ്ട് ഇവിടെ, നല്ല മഴ ഇടിയൊക്കെയാണ് അല്ലേ? ഇടി മിന്നലൊക്കെ എല്ലാരും കരുതുക, ശ്രദ്ധിച്ചെടുക്ക, സൂക്ഷിച്ചെടുക്ക അല്ലേ? ഇന്നലെയും പാടെ കേസ് ഒരു കുട്ടി മരിച്ചിട്ടുള്ളൂ. ഇടിമിന്നലൊക്കെ ഭയങ്കര സീനാണ്. മക്കളെ അതൊക്കെ ഫോണിലൊക്കെ വന്നിക്കണേ. കരയിലോട്ട് നിൽക്കരുത്, തുറസായ സ്ഥലത്ത് നിൽക്കരുത്, വലിയ മരത്തിന്റെ ചോട്ട് നിൽക്കരുത്, മരത്തിനെ ചാരിക്കരുത്. നമ്മളീ കുന്നുമെന്ന് പേരായിട്ടുണ്ട് മതില് കരിക്കരുത് എല്ലാം പറയുന്നുണ്ട്. പിന്നെ തോട്ടത്തോടെ ഇറങ്ങി നടക്കരുത്, പാമ്പുകളൊക്കെ ഉള്ള ടൈമാണ് അല്ലേ? നെല്ലിന് ചാരിക്കരുത്. മരം കാറ്റടിച്ചപ്പോ പോകൂലേ? ആ അതന്നെയാണ്. എന്താ റെഡി? പാന്റോ ട്രൗസർ ഇട്ട് ഒത്തിരിക്കണേ? ഏതേലും എടുത്തോണ്ടേ. അതിന് ഉമ്മാണ്. ആ വേഞ്ചല്ലേ. അപ്പൊ ഗൈസ് കുറെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്തായി നിങ്ങളെ നമ്മളിപ്പോ പെര ഇവിടെയാണല്ലോ ഗൈസ് നമ്മൾ വെക്കാൻ വിചാരിക്കണത്. അപ്പൊ നിങ്ങളെ പഴയ പഞ്ചായത്തിൽ കൊടുക്കുന്ന പെര എന്തായി കുറെ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അവസ്ഥ എന്താണ് ഗൈസ് നമുക്കും അറിയില്ല, നമ്മളങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല, നമുക്ക് അതിന്റെ ടൈം കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളൊന്ന് പോയി വരാന്ന് കരുതി. അല്ലേ മാമ? ഇനിയിപ്പോ അവിടെ കറൂത്ത് എന്തെങ്കിലും ഉണ്ട്, നമ്മളിപ്പോ വെജിറ്റേറിയൻ ആണല്ലോ. അപ്പൊ കറൂത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൈസ് നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാം. കരുതിനി പറയണം, പോയി വെക്കണമെന്ന് പറയണം, ഞാൻ മറന്നു. ഇപ്പൊ ഒന്നും നേരം കിട്ടിയില്ല. പിന്നെ ഗൈസ് മഴ പെയ്തിട്ട് നമ്മളങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല. സത്യം അവിടെ എന്താ അവസ്ഥ അറിയില്ല. ഇപ്പൊ ഉള്ളിൽ വെള്ളം കെട്ടി കിടക്കണുണ്ടോന്ന് നമുക്കറിയില്ല. അതൊക്കെ ഒന്ന് പോയി നോക്കണം. ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനെ കേട്ടാ വെള്ളം ഒരു ആടിനെ വാങ്ങല്ലേ? അതപ്പോ സുഖല്ലേ? പക്ഷെ ഒരു ആടിനെ വാങ്ങാൻ വിചാരിച്ചു, പക്ഷെ പെരുന്നാക്കിന് ടൈം ഇല്ല. അതാണ് 27-ാം തീയതി പെരുന്നാള്. ഇന്നത്ര 18ആയില്ലേ? 18ആയി. ഏതെങ്കിലും അലമാരിയിലുണ്ടാവും. അല്ല ഫ്രിഡ്ജ്, ആദ്യം ഫ്രിഡ്ജ് തള്ളിയില്ല നിന്റെ. അല്ലെങ്കിൽ തുണി എടുത്തളി. ആ അതെടുത്തളി. ആവണ്ട വേറെ നല്ല പാന്റ് എടുക്കി. നല്ലൊരു പാന്റ് കഴിച്ച് അവിടെ പോകുമ്പോ അവിടെ കുട്ടികളൊക്കെ ഉണ്ട്. ആൺകുട്ടികളെ കുഴപ്പമില്ല, പെൺകുട്ടികളൊക്കെ ഉണ്ട്. നമ്മളീ പറയുമ്പോ കഴിച്ച് കുറച്ച് വയസ്സായിട്ടുള്ളൂ. തന്നെയല്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ. ആ സംഭവം കഴിച്ച് ആകെ 10-22 വയസ്സായിട്ടുള്ളൂ. പക്ഷെ എനിക്ക് എനിക്ക് കഴിച്ച് ടൗസർ ഇട്ട് എടുക്കാനാണ് നമ്മക്ക് ഇഷ്ടം. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മളെ സമൂഹം അങ്ങനെയാണ്. ഇത് വേണോ, ഈ ട്രാക്ക് ഷൂട്ട് വേണോ? മുട്ട പാന്റ് അതൊന്നും ഇടലില്ല. ആകെ ചെറുതായിക്കണം മാ പാന്റ്. ഇത് ഇജിപ്പോ തൽക്കാലം എത്തിട്ടോളാം. അപ്പൊ ഇറങ്ങണ്ടേ? ഞാൻ ഇറങ്ങണില്ലേ, അതുമ്പോ ഇടാണേ. ഇതുമ്പോ എങ്ങനെ ഇടാ പാന്റ്? ഉമ്മ വരും, ഞാൻ വാതിലടച്ചളി. മാ വേടച്ചളി. മമ്മ എന്താ പരിപാടി പറയും? മമ്മ ഇവിടെ പറയും, എന്താ പരിപാടി പറയും? എന്താ പരിപാടി? എന്താ പരിപാടി വെച്ചാൽ ഞാൻ വണ്ടി മേടിക്കാൻ ടൗസർ ഇടാ. അതല്ലേ ചോദിച്ചേ. പേരന്റ് എന്താ പരിപാടി എന്ന് ചോദിച്ചേ. പോയി വെക്ക അല്ലേ? എന്നിട്ട് നമുക്ക് സാവധാനം എന്താ വെച്ചാ പരിപാടിയൊക്കെ നോക്കല്ലേ. ഇന്ന് രാത്രിക്കൊക്കെ എന്താ ചോറ്? അരിട്ടിട്ട് നമുക്ക് വരണം. അല്ല കൂട്ടാനെന്താ? അവിടെ എത്തണം. പിന്നെ പോയി അങ്ങനെ കറുത്തെണ്ണം മതിയല്ലോ കൂട്ടാൻ വെക്കാം അല്ലേ? വേറെ അതിന്റെ ഒന്നും ആവശ്യമില്ല. പച്ചക്കറി തന്നെ ധാരാളം. പച്ചക്കറി തന്നെ കൂട്ടാൻ നോക്കുക ഗൈസ് എല്ലാരും. ഇട്ടെന്നെ പാന്റ് നീ പോവല്ലേ? വണ്ടി കുറച്ചല്ലേ ഗൈസ്? ഞങ്ങൾ ഇനി നേരെ അങ്ങോട്ട് പോയോക്കട്ടെ, വണ്ടി എടുക്കട്ടെ. എന്നാ നിങ്ങൾ നടന്നു പോയിട്ടോടാ. ഞങ്ങള് പോയിട്ടാന്ന് നടന്നോ? ആ പോയോക്കട്ടെ ഗൈസ്. കാരണം രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇട്ടേക്കാണ്. അതിന് മുമ്പ് അവിടെ ചെന്നിട്ട് നോക്കണം എന്താ അവസ്ഥ നോക്കട്ടെ. ഞാൻ ഫുള്ള് കാട് പേരന്റെ അവിടെ എത്തിക്കണേ. കാട്ടി തരാം കേട്ടോ. അതാണ് മമ്മ ഫുള്ള് കാടയിക്കണേ ഗൈസ്. നമ്മളെ നട്ടം മാരാട്ടോ ഈ കിടക്കണേ. ഇതിപ്പോ നല്ലോണം വലുതായില്ലേ? ഓ ഇത് പറ്റ പോയി ചേച്ചിനടാ. ഇത് പെട്ടെന്ന് വലുതായി മഴ ചെയ്തപ്പോലെ. കാര്യം വേട്ടെ, ഈ സ്ഥലം കഴിച്ച് നമുക്ക് കൊടുക്കാനുള്ള മൈൻഡൊന്നും നമുക്കില്ല. പക്ഷെ ഈ ഒരു സ്ഥലം നമ്മളതായിട്ട് നമ്മക്കൊരു സ്ഥലം ഉണ്ട് എന്ന് പറയാനില്ലേ? ഇവിടെ ഉണ്ടായിക്കോട്ടല്ലേ? ആ ഇവിടെയും കൊഞ്ഞാടിയില്ലേ? ഇവിടെ അവിടെ ഉണ്ടല്ലേ? ഇവിടെയും ഗൈസ് ഇവിടെയും ഉണ്ട് കേട്ടോ. ഇതിപ്പോ എങ്ങനെ ഉണ്ടായത്? കാടികളോ പൂത്താള് വന്നപ്പോ അതിന് കൊടുത്തേക്കോ. അവിടെ നോട്ടെ. നീ ഉമ്മ കൊഞ്ഞാടല്ലേ? ഗൈസ് ഞമ്മളെ മറ്റേ ലെയിം മാറ്റി കേട്ടോ. അഞ്ഞ് അവിടെ നോട്ടെ. അതല്ല, ഇത് ഇവിടെ വളർന്നിട്ട് കാര്യമില്ലേ? അല്ല അത് നമുക്ക് പറിച്ചാണ് മാറ്റി വെക്ക ഒരു ദിവസം. ഇവിടെ വളർന്നിട്ട് എന്താ കാര്യം? ഇത് നോക്കിയാ ആ ലൈൻ നോക്കിയാ ഗൈസ്, നമ്മളാ മാറ്റിയ കേബിൾ ആട്ടോ അത്. പെരീക്കോ അവിടെ നിക്കൂലമ്മ. അവിടെ എന്തായാലും ഇനി ഇടിച്ച് നേരത്താലാണ് മുറ്റത്ത് വെച്ചിട്ട് കയറില്ല. അതുള്ളു കേറാ ബാ. ഒരു കാര്യമില്ല.
എടാ പൊട്ടി അടി പൊട്ടി ഉണ്ടോ അടി ആകെ പൊട്ടി ഉണ്ടാവോ ഛേ ഒരു കൈക്കോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖാണില്ലേ ഉള്ളില് കഴിച്ച് എന്താ അവസ്ഥ നോക്കട്ടെ മമ്മ എടുക്കാം ഉള്ളു കാണാനൊന്നുമില്ല മരം വരെ എങ്ങനെ മരം വരെ മരം വരെ പാറകൾ ഉള്ളിലല്ലേ കാട് ഉള്ളത്തെ അവസ്ഥയാണ് കഴിച്ച് നോക്കിയാ ഒന്നും പറയാനില്ല ഇവിടെ അല്ലേ ഓ ഒന്നും പറയാല്ലേ ഗൈസ് അത്രക്ക് അടിപൊളി അത്രക്ക് അടിപൊളി ആയിക്കണല്ലേ കരിയാണ് കാട് ഓ ഇതാക്കണ് ഇവിടെ ആയിക്കോടൊക്കെ കേറിയാണ്ട് ഇതായിക്കണ് ഞാൻ പറയുമ്പോഴേ നമുക്ക് ഈ മഴക്കാലം തുടങ്ങുന്നതിന്റെ മുമ്പ് ഇതൊന്ന് ഒന്നും പാടെ മറ്റേ പുല്ല് ഇതൊക്കെ ചെത്തിയിട്ട് ഒന്ന് നല്ല ഷീറ്റ് വെച്ച് അടച്ചിടുക മോൾ ഭാഗല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഈ കല്ലൊക്കെ പോകും നല്ല കല്ലുകളാണ് ഷീറ്റ് ഒന്നുകൂടി പിരിച്ചിടാം അതാക്കിയാൽ ഒന്നുകൂടി നല്ലത് അല്ലേ എന്റെ റൂം നോക്ക് കഴിച്ച് ഞങ്ങക്ക് കാട്ടിത്തരാം ഇതാണ് എന്റെ റൂമിന്റെ അവസ്ഥ നോക്കിയാ പുല്ല് ഇതൊക്കെ കേറിയിട്ട് കിടക്കണ നോക്കിയാ വാവ് അയ്യോ മനിമ്മന്റെ റൂമല്ലേ ഈ കാണണേ ഇത് മോണ്ടന്റെ റൂം പുല്ലൊക്കെ കേറി കിടക്കണ ഇല്ലല്ലോ അതുകൊണ്ട് ലാഭല്ലേ കാടില്ലാത്തതുകൊണ്ട് മമ്മ അറിയാം ഒരു റൂമിലും കാടില്ലാന്ന് ജന്തുക്കൾ എന്തേലും ഉണ്ടാവോ പുല്ലിങ്ങനെ കേറി കിടക്കലുണ്ടാവും ഉമ്മ എന്തിനാ പ്രശ്നം ഞാൻ പോകുമ്പോ കൊണ്ടുപോവാലോ വെച്ചിട്ടാ ആർക്ക് ഇവിടെ നോട്ടെ ഇതൊക്കെ പറിച്ച ഒന്ന് പോയോ പോയില്ലേതാ ഓ വെറുതെ ബുദ്ധിരാത്തരം കാട്ടല്ലേ മമ്മ കോഴി തിന്നോ ഈ പുല്ലുന്നോ അതല്ലേ ഞാൻ കൊണ്ടുപോണേ ഓനെ എന്നും ഞാൻ പറിച്ചു കൊടുക്കലുണ്ട് നമ്മളെ ഈ പുല്ലുന്നോ കോഴിന് എല്ലാം തിന്നും കുഴപ്പമില്ല കോഴികൾക്ക് വയറിളകാനാണല്ലോ ഞാൻ പേരന്റെ മോൾ ഭാഗത്തൊന്നുമില്ല ഇത് കാട്ടിത്തരാം പൗത്തുകാരടാ ഇത് പുറത്തുനിന്ന് മാത്രമേ ഉള്ളൂ ലുക്ക് നോക്കിയാ ഉള്ളൊക്കെ നോക്കിയാ കിളിയാള് കൊത്തിയിട്ട് കൊണ്ടുപോയിക്കോട്ടെ കേസ് നമ്മളേതായാലും കൊണ്ടുപോയില്ല കിളിയാളെങ്കിലും കൊത്തി കൊണ്ടുപോയിക്കോട്ടെ പേരന്റെ മോൾ ഭാഗം നോക്കിയാ എന്നാ ഇത് പിടിച്ചാ നല്ല നല്ല വെള്ളമൊക്കെ കിട്ടിയിട്ട് ഇവിടെ നല്ല ഉറപ്പുണ്ട് ഇല്ല കഴിഞ്ഞ മഴക്കാലം എല്ലാ മഴക്കാലം കൊണ്ട് കഴിച്ച് നല്ല ഉറപ്പുണ്ട് ഇനി 2 മഴക്കാലം തുടർച്ചയായി കൊണ്ടുകൊണ്ടിരിക്കാണ് അപ്പൊ കുഴപ്പമില്ല ഒന്നാണ് നോക്കോ എന്നെ പാമ്പും ഇരിക്കണോ നോക്കോ നോക്കി ഇറങ്ങിക്കോട്ടോ ഞാൻ ഇമിച്ചൊന്ന് പിടിച്ചു നോക്കി വേണ്ട നീ എപ്പോഴും പിടിച്ചോണ്ട് കുഴപ്പമില്ല പോയി പിടിച്ചാ ഒന്നും സംഭവിക്കൂല ഒന്ന് പിടിച്ചാ നിക്കണ്ട എന്നെ എന്തിനാ റിസ്ക് എടുക്കണ് ഓ അത് പറ്റ അങ്ങട്ടായില്ലേ ആ കേബിൾ ഉണ്ടാക്കിയപ്പോ ഗൈസ് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസ് നോക്കിയാ ആദ്യം ഗൈസ് ഞാൻ ഈ നിക്കണേ ഇതാക്കണേ ഈ ഒരു ഈക്വലാണ് ആദ്യം ലൈൻ ഉണ്ടായിന് ഇപ്പൊ ഇതാക്കണേ ഗൈസ് അങ്ങോട്ടയക്കണത് അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല ഇവിടെ കണ്ടോ ഇവിടെ ഒക്കെ കണ്ടോ അല്ലേ ലൈറ്റ് ഉണ്ടല്ലേ ഇങ്ങോട്ട് നല്ലോ ഇല്ലടാ മരങ്ങളില്ലാത്ത വായ ഉണ്ടപ്പോ അല്ല വായിൽ എന്തേലും ഉണ്ടോന്ന് ചോദിച്ചേ വായ ഉണ്ടെന്നറിയാ കൊല്ലൊന്നുമില്ല ഏത് കയറിട്ട് ഇവിടെ ഒക്കെ കാടും പൊന്തൊക്കെ ആയി കിടക്കണത് നമ്മളെ പേരന്റെ ബാക്ക് സൈഡ് ആട്ടത് അതായത് ഈ ഭാഗം ഫ്രണ്ടും ഇതിങ്ങനെ വരുമ്പോ അടുക്കളന്റെ ഈ ഭാഗമാണ് ഇത് ബാക്ക് സൈഡ് ഇവിടെ ആകെ പൊന്തക്കാട് കയറി കിടക്കുക നമ്മള് വിചാരിച്ച എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പണിയാൻ വിചാരിച്ചത് അതായത് പഞ്ചായത്തിന്റെ പൈസ റിട്ടേൺ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ തന്നെ പണിയാൻ വിചാരിച്ചത് ഇതാ ആ പോസ്റ്റ് പോലും കുറച്ചങ്ങോട്ട് നീക്കിട്ടു അപ്പൊ നമ്മള് വിചാരിച്ച എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഇവിടെ കഴിച്ച് ഇങ്ങനെ അടുക്കള ഉണ്ടാക്കാന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേങ്കിൽ നമുക്ക് കഴിച്ച് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കൊരു മനസ്സമാധാനം കിട്ടില്ല നമ്മളെ മൈൻഡിന് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ വെറുതെ ഉണ്ടാക്കി കൂട്ടിയിട്ട് ആ പൈസ വെറുതെ ചെലവാക്കണ്ടെന്ന് നമ്മൾ കരുതി അതാണ് പിന്നെ കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ ഒച്ചയിൽ സംസാരിക്കണ പോലും അപ്പുറത്തെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടായിക്കാരം അപ്പുറത്തെ സുഖമില്ലാത്ത ആൾക്കാരുണ്ട് കഴിച്ച് അതൊക്കെ നമ്മൾ നോക്കണം കാരണം നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ നമ്മളിതിൽ നമ്മൾ ചിരിച്ചും കളിച്ചും നമ്മൾ നല്ല ഒച്ചയിൽ സംസാരിക്കും അത് ചിലവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരും ചെയ്യും അപ്പൊ അതിനൊക്കെ പറ്റിയൊരു ഏരിയയാണ് ഞങ്ങളെ നിൽക്കുന്ന ഒരു തറവാട് അത് ഒന്നുകൂടി സേഫ് ആണെന്ന് നമുക്ക് തോന്നി അല്ലേ നല്ലൊരു കുന്നിന്റെ മുകളിലും നല്ലൊരു ആംബിയൻസും ഉമ്മ എന്താ താഴത്തൂടെ എടുക്ക അത് നോക്കടാ ഈ സാധാരണ ഈ എന്താ കറുത്ത മരത്തുമ്പോ കൊമ്പുണ്ടാവോ കൊമ്പ് ആണോ അതായത് കൊമ്പ് അങ്ങനെ പോയിക്കൊണ്ടേക്കോ അങ്ങനെയൊന്നുമില്ല ആ ഞാൻ ആദ്യമായിട്ട് കാണണേ
ഇത് നോക്കിയാ ഇത് വന്നാ നടക്കണ ഗൈസ്. കൊമ്പ് നോക്കിയാ 2 കൊമ്പുണ്ട്. ഒരു കൊമ്പ് ഇങ്ങോട്ടും വരുന്നുണ്ട്, ഒരു കൊമ്പ് ഇങ്ങോട്ടും വരുന്നുണ്ട്. അതിമ 2 ഉണ്ട്. ഇത് കറുത്തുണ്ടായിക്കണ മെയിൻ കൊമ്പ് ഇതാണ്. എല്ലാത്തും ഉണ്ട്. എന്തേ ആ മരം ഉണ്ടല്ലോ ഗൈസ്, നമ്മളെ പീപ്പിൾസ് വില്ലേജിൽ നിന്ന് കൊണ്ടുവന്നാണ്, ആപ്പാപ്പാന്റെ അടുത്ത് കൊണ്ടുവന്നാണ് ഈ മരല്ലേ? ആ മരം വലുതായി കഴിഞ്ഞാണല്ലോ നല്ല തണലേക്ക് വീട്ടിൽ ചെയ്ത് തണലാക്കിയോ? എനിക്ക് ഉറപ്പാണ് ആ മരം, ഈ മരം ഗൈസ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ പെരക്കാര് നമ്മളോട് ആ മരത്തിന്റെ ഒരു തൈ ചോദിക്കും കണ്ടുകൊണ്ട്. കാരണം ആ മരം ഗൈസ് അത്രക്ക് അടിപൊളിയാണ്. കാരണം നല്ല തണലുള്ള മരമാണ്. അത് രാത്രി ആകുമ്പോ ഗൈസ് ഉറങ്ങലും തുടങ്ങും. അതിപ്പോ കുറച്ച് ആകുമ്പോഴത്തേന് ആ മരം ഉണങ്ങും. ഉണങ്ങല്ല, ഇങ്ങനെ ഉറങ്ങ. രാവിലെ ആകുമ്പോ പിന്നെ നീച്ചു തൂങ്ങി നിൽക്കും. കണ്ടോ നിങ്ങളിപ്പോ ഈ കണ്ടില്ലേ, ഈ എല്ലാളും ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കണ്ടില്ലേ? കണ്ടോ ഇവിടെ കണ്ടോ? രാവിലെ ആകുമ്പോ അടിപൊളിയായിട്ട് നീച്ചുക്കത്. താഴത്ത് ഇറങ്ങിക്കളത് മൂന്ന് പൊളിഞ്ഞാണ്ടങ്ങി. ആ കല്ലിപ്പോ മാറ്റാൻ നിൽക്കത്. അല്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഉമ്മ ഇപ്പൊ നമ്മളെ കല്ലാന്ന് പറഞ്ഞു. ഈ കാണുന്നേ അതോ വലുതാണല്ലോ. ഒലി മതിലോട്ട മണി കൊണ്ടാണല്ലോ. ഈ മണ്ണും കല്ലും നമ്മളതാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങോട്ടാണ് നിക്കണത്. അപ്പോഴോ അതോ വലുത് മേൽക്കൂടെ കയറ്റിയാണ്ട് വെയിലടിച്ചിട്ടുണ്ടാവും. നമ്മളെ കല്ല് നമുക്ക് ഇടാൻ മറ്റേ കല്ല്. അതെങ്ങനെ ഓരോ ഇനി അഥവാ ഓല അരിക്കുണ്ടെങ്കിൽ അവിടെ ബാക്കിയുള്ള നമുക്ക് എടുക്കണം. ഇതില് കേസ് നമ്മളെ കല്ലും ഓല കല്ലും കൂടി മിക്സ് ആയിക്കണേ. അപ്പൊ അതിന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കണത് ഇല്ലടാ. കാരണം ഈ കല്ലൊക്കെ കൊണ്ടുനിർത്താൻ ടൈം കഴിച്ച് നമ്മളിവിടെ ഇല്ല. സത്യം നമുക്കറിയില്ല. വെയിലടിച്ചപ്പോൾ നമ്മളാരും അറിയണില്ല. പിന്നെ ഇമ്മമ്മി പെരപ്പണി തുടങ്ങിയത്. പെരപ്പണി തുടങ്ങിയാ പിന്നെ JCB ഇങ്ങോട്ട് വന്നിക്കണോ? ഇത് വലിയ വലിയ കല്ലാണ്. ഇത് ലാസ്റ്റ് കൊണ്ടുവന്ന കല്ല് കുറച്ച് വലിപ്പല്ല കല്ല. പെരപ്പണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കല്ല് അറിയാമാനെ ഇവിടെ കൊടുന്ന് നീക്കിട്ട് വെയിലില്ല. അത് നമ്മളെ സ്ഥലത്താണ് വേണ്ടി. കല്ലും മണ്ണും നിങ്ങളെ തൊടുവിൽ ഇടുന്നുണ്ട് കേട്ടോന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വേറെ കല്ലുകളിലേയോ? അതല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് ഇടുമ്പണ്ടല്ലോ ഇങ്ങോട്ട് ഇടാ നാനി. കാരണം ഇവിടെ വേറെ ആള് വന്ന് കല്ലിടൂല. ഇത് ഓല തോട്ടത്തിൽ കിട്ടുക ഇനിയിപ്പോ കച്ചറയിക്കാരോ. നേരെ വന്ന് ഇവിടെ പോകുന്നല്ലേ, നേരെ വന്ന് ഇവിടെ ഇട്ടു. ഞങ്ങൾ ഇവിടെ ഇല്ല. അന്തിക്ക് ഒരു കല്ല് കൊടുത്ത് നമ്മളെ കല്ല് ഓല കല്ല് മിക്സ് ആയി. ഇനിയിപ്പോ ഇനിയിപ്പോ നമ്മളെ കല്ല് ഇവിടെ എടുക്കുകയാണെങ്കിൽ തന്നെ അതൊരു കച്ചറയിക്കാരം. പിന്നെയാണ് ഞാൻ പറയട്ടെ, ആ വളപ്പില്ല കല്ല് നമുക്ക് എടുക്കണം. നമുക്ക് ഇവിടെ ഇല്ല കല്ല്. അവിടെ എല്ലാരും എല്ലാം എടുക്കാൻ പോവില്ലല്ലോ. ഉണ്ടാകണം എനിക്ക് സമാധാനം. ഇവിടുന്ന് നമ്മൾ എടുക്കുമ്പോ ഓലും അറിയോ ഓലതാണെന്ന് പറയോ? അതാണ് പേടി. അത് നിങ്ങൾ കണ്ടാലോ ഏറ്റാ മതി. ഇത് പണിയെടുത്ത കാക്കാരുണ്ടോ? അറിഞ്ഞാ മതി, ആൾക്കാർക്ക് അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ വെറുതെ അമ്മക്കാക്കിയാലും കേസ് ചെയ്തിട്ടാ. ഇവരൊക്കെ ഈ പണ്ട് എന്തോ പൊട്ടത്തരങ്ങൾ കണ്ടിട്ട് അതിന്റെ പ്രശ്നം അല്ലേ? ആയിക്കോട്ടെ അതിന്റെ പ്രശ്നം ഇതുവരെ നമുക്ക് അതാണ് നമ്മളുള്ള എന്താ പറയാ ഉള്ള പൗതി മുക്കാ പൈസ അതാ ഇതുമക്കാണ് പോയിക്കണത്. വെറുതെ ഒന്നാണ് മണ്ടത്തരം കാട്ടിയാണ്ട് ഇവിടെ ഇതാക്കി. ഒന്നും നമ്മളറിയണില്ല. നമ്മള് വെറുതെ രാവിലെ വെച്ച് പണിക്ക് പോവാ, വൈകുന്നേരം നട്ടപ്പതിലേക്ക് വരും, ചോറ് കഴിച്ചും കടന്നുറങ്ങും. അതേ നമുക്കറിയുള്ളൂ. എന്ത് ചെയ്യാനാ? അതിന്റെ ഇടയിൽ സ്ഥലവും പെരാന്നുള്ള ഒരു കാര്യം ഒന്നും കഴിച്ച് നമ്മളെ ഇതിലില്ല. നമ്മളതൊന്നും മൈൻഡിലേ അന്തവും കുന്തവും അല്ല. എന്റെ ഇടയ്ക്ക് പോലെ രണ്ടാളും വന്നിട്ട് വാങ്ങിയതാ. ചെറിയ കുട്ടികളെ നമ്മള് ഞാൻ കഴിച്ച ഒന്നാമത് ഇവിടെ ഇല്ലാനി, ഞാൻ ബാംഗ്ലൂരിലാനി. പിന്നെ ഉള്ളത് ഇബനി ഉമ്മ. ഇവിടെ സ്ഥലം വാങ്ങിട്ട് ഞാൻ എത്ര കാലം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടീനെ? ഞാൻ എത്ര കാലം കണ്ടിട്ട് കഴിഞ്ഞിനെ പറയാ. ആ പിന്നെ എനിക്ക് പണിക്കോണ്ടേ ലീവ് പോലും കിട്ടൂല ഞാൻ ഗൈസ്. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഒരു ലീവ് പോലും കിട്ടൂല ഞാൻ തോന്നുന്നു. ഭയങ്കര സീനാണ്. അങ്ങനെയൊക്കെ ലോക്കായി പോയി. അപ്പൊ ആക്കണേ എന്തായാലും ഇപ്പൊ ഇതിവിടെ ഉണ്ട്. ബാക്കിയുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ട്. കിണറെന്താ അവസ്ഥ? വെള്ളം നോട്ടെ എന്താ അവസ്ഥ? കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട്. ഇനി ഇതെന്തായാലും മൊത്തം കളയൊക്കെ വേണ്ടേ? എടുക്കുമ്പോ തന്നെ അടിച്ച് കളഞ്ഞിട്ട് തേകണേ, കിണർ തേകിട്ട് ഇതാക്കുമ്പോ കുടിച്ചാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെള്ളാടാ. തെളിഞ്ഞ വെള്ളം കണ്ടില്ലേ? ഇപ്പൊ തെളിഞ്ഞ വെള്ളമാക്കിയാലും അത് ഇങ്ങനെ കെട്ടിക്കടന്ന് ഇതായതല്ലേ, അതിന് തേകണഞ്ഞ്. അല്ലാതെ കുടിച്ചു കഴിഞ്ഞാ ഈ വെള്ളത്തിന് നിറമാറ്റമല്ല. ആരാണേ ഇടക്കിടക്ക് ഞാൻ നോക്കുമ്പോ നിറമാറ്റം ഉണ്ടല്ലോ. പിന്നെ അല്ല, ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ സ്ഥലത്തേക്ക് ഞങ്ങള് വരില്ലേ? അതിനാണ്. എന്താണ് എന്റെ പ്ലാനിങ്? ഒന്നുമില്ല കഴിച്ചു, എല്ലാം വരുന്നോടത്ത് വെച്ച് കാണാം. അല്ലാതെ ഇന്നത്തെ കായ് കേസ് ഭയങ്കര രസാണ് കേട്ടോ.
എവിടെ കായ് എവിടെ നിന്നിട്ട് ഇതൊക്കെ പച്ചയാണ്. ഇതാ ഇതൊക്കെ ചെറിയ ചെറിയ കൈകളാണ് കേട്ടോ ഗൈസ്. എവിടെ അവിടെ ഉണ്ടോ? അവിടെ അതില്ലേ പൗത്തുണ്ടായിനി അയിമ ആ വലുതുമേ നാളുണ്ടായിനി പൗത്തൂരാണോ നല്ല കിട്ടീനി ഗൈസ്. ഇത് പെട്ടെന്ന് വലുതായത് കേട്ടോ. അതായത് ഇത് പിന്നെയും കുഴപ്പമില്ലാത്ത രീതിയിൽ വലുതായിനി, അതും അത്യാവശ്യം വലുതായിനി. ഇത് പെട്ടെന്നാണ് വലുതായത്. ഇത് ഇത്ര വലുപ്പമൊന്നും ഇല്ല അല്ലേ, പറ്റ ചെറുതാണ്. ഈ മഴക്കാലം അതായത് ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് അത്യാവശ്യം നല്ല മഴയല്ലേ, ആ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് വലുതായതാണ് തോന്നുന്നത്. എന്തായത് അറിയില്ല. ഇവിടെ നോക്കി നമ്മളെ വജ്ജൊക്കെ ആകെ കാട് പിടിച്ചിറക്കാം കേട്ടോ. ഇവിടെ നിന്നൊക്കെ കണ്ടോ, നമ്മൾ നാളൊക്കെ കുത്തിരുന്നാണ്ട് വെട്ടിച്ചെത്തിയാണ്. ആണോ? ഗൈസ് അതൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിവിടെ ഒന്നും പെരപ്പണിയൊന്നും എടുക്കില്ല എന്നുണ്ടെങ്കിലും കാടും കൊണ്ട് ആക്കി വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ബുദ്ധിമുട്ട് ഗൈസ് അപ്പുറത്തെ പെരക്കാർക്കാണ്. അവിടെ ആൾ താമസമല്ലേ ഒരു പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളവിടെ മറ്റേ പേരല്ലേ, അതിന്റെ അപ്പുറത്ത് ആദ്യം ഭയങ്കര കാടല്ലേ ഇഞ്ഞോ. അപ്പം ഓല ശ്രദ്ധിച്ചിട്ടില്ല. പറഞ്ഞപ്പോ പിന്നെ ഒരു വെട്ടി അതേമാതിരി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും നമുക്കിത് പെട്ടെന്ന് വെട്ടണം, കാരണം അപ്പുറത്ത് പേരുള്ളതാണ്. ഇവിടുന്ന് എന്തെങ്കിലും ജന്തുക്കൾ ഉണ്ടായി അങ്ങോട്ട് പോയി കഴിഞ്ഞാലും പ്രശ്നമാണ്. അല്ല വേണ്ട കാടാണ്, വെട്ടണല്ലേ എത്രയും പെട്ടെന്ന് തന്നെ വെട്ടണം ഗൈസ്. അതേപോലെ തന്നെ നമുക്ക് ഒരു നല്ല ഷീറ്റ് എടുത്ത് തരണം. അതിന്റെ മുകളിൽ കൂടെ ഗൈസ് നമുക്ക് ഇപ്പൊ പുതിയ പേരം അങ്ങനെയൊന്നും കല്ല് നാസാക്കി കളയണ്ടല്ലോ അല്ലേ, അതുകൊണ്ടല്ലേ ഒരു നല്ല ഗൈസ് നല്ല ഷീറ്റ് എടുത്തിട്ട് നമുക്ക് അതിന്റെ മുകളിൽ കൂടെ മിഷൻ കൊണ്ടുവരാം. കാലോട്ടി മെഷീനോ അങ്ങനെ കൊണ്ടുവരല്ലേ, അതല്ലേ സുഖം. ഒരു ദിവസത്തെ പണി ഉണ്ടാവുള്ളൂ. ആരാ പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ദിവസം കൊണ്ടല്ലേ തീർത്ത്. പിന്നെ ഉണ്ടായില്ലേ അത്യാവശ്യം ഇല്ലേ അന്ന്. പിന്നെ നമ്മളെപ്പോഴാ തുടങ്ങിയത്, ഉച്ചക്കല്ലേ നമ്മൾ തുടങ്ങിയത് അന്ന്. രാവിലെ തുടങ്ങിയത് തീരും. മെഷീനല്ലേ പിന്നെ അക്കടിയെന്താവും. കോഴിക്കൊക്കെ പുല്ലുണ്ടാക്കിയില്ലേ അവിടെ അവിടെ ഒരു പെരി കയറാണ്ട് കേസ്. അവിടെ ഒരു കാക്കാനെ കാണുന്നുണ്ടല്ലോ. ആ പുല്ലെടുത്തോളിമ്മ. പുല്ല് കോഴിക്കൊക്കെ ഇല്ല പുല്ലാണ് കേട്ടോ. ഒരാടുണ്ടെന്നുണ്ടെങ്കിൽ ആടിന് വാങ്ങാൻ പറ്റിയേന്. അന്ന് പുല്ല് കുറവല്ലേ നമുക്ക് പോത്തോട്ടല്ല ടൈമില്. അതെ എന്തായാലും ഇനി നമ്മള് നേരെ തിരിച്ച് പെരീക്ക് പോകാൻ നോക്കട്ടെ. ഇരുട്ടായി വരുന്നുണ്ട്. നമ്മള് അവിടുന്ന് പേരന്റെ അവിടുന്നൊക്കെ പോന്ന് നമ്മളെ പെരീക്ക് എത്തി. കുറച്ച് ഇരുട്ടായിട്ടോ, ഞങ്ങൾക്ക് കാട്ടിത്തരാം. ഏകദേശം ഇരുട്ടായി തുടങ്ങി അല്ലേ. ബാങ്ക് കൊടുത്തൂലേ, മഗ്‌രിബ് ഇപ്പൊ കൊടുത്തൂലേ. പിന്നെ ഗൈസ് വേറൊരു സംഭവം കൂടി ഉണ്ട്. നമ്മള് വരുന്ന വഴിക്ക് നമ്മളെ പേരില് പുതിയൊരു അതിഥി എത്തി. ഇവിടെ ഗുസ്ത്യ അപ്പോ കാട്ടൂലോ, കാട്ടൂല കുട്ടിയാണ്. അപ്പൊ നമുക്ക് പുതിയൊരു അതിഥിനെ കഴിച്ച് നമ്മളെ പെരീന്ന് നമ്മളിങ്ങനെ ഇറങ്ങിയപ്പോ അവിടെ കണ്ടതാണ്, എടുത്തു പോന്നില്ലേ. പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൊറക്കി പോന്നു. ഓലോട് ചോദിച്ചിട്ടാ പൊറക്കി പോന്നെ. നമ്മള് കുട്ടിയാണ്, ഇമ്മച്ചിയുടെ കുട്ടിയാണ്. അടിയാണ് അതിന്റെ കുട്ടിയാണതേ. അതൊപ്പന്റെ നല്ല സ്ട്രോങ്ങാ. രണ്ടും ആണുങ്ങളാട്ടെ ഗൈസ്. അപ്പോ കാറ്റന്റെ കേട്ടോ നല്ല കുട്ടിയാട്ടോ. ഒരു കാറ്റുണ്ടാ കാട്ടൂല, ഓൻ പറഞ്ഞിട്ട് കാട്ടൂല. ട്രാൻസ്ലേഷൻ ചെയ്തെടുത്തിന് കുട്ടിയായിട്ടേ ആരപ്പോ ഇവിടെ വന്നിക്കണേ. അങ്ങനെ നമ്മളെ പേരിൽ പുതിയൊരു അതിഥി കൂടി എത്തിക്കാണ് ഗൈസ്. പോരിനൊക്കെ കണ്ടതാണ്, അപ്പൊ എടുത്താണ് പോകുന്നു. അയലക്കാരോട് അവളോട് ചോദിച്ചിട്ട് ഒരു മണി വാങ്ങാൻ പോകണം. അതിനും കൂടി ഒരു മണി വാങ്ങി കൊടുക്കാനുള്ളത്. ചെക്കൻ ഓൾറെഡി ഉണ്ട്. ഞാൻ പാല് ചൂടാക്കി തരാം. എനിക്ക് കുറച്ച് പാലിട്ടോ അരി നോക്കിക്കോളി മാമ. നോട്ടെ ചെറുക്ക നോക്കിയാ എന്ത് അച്ചടക്കത്തോടെയാണ് ഇരിക്കണ. നോക്കിയാ അവിടെ കിടക്കുമ്പോ എന്ത് ക്യൂട്ടറി കാണാൻ. നോക്കിയ ഗൈസ് ഏതാ ഇരുത്തം. നമുക്ക് കുളിപ്പിക്കണം, നല്ലൊന്ന് കുളിപ്പിച്ചണം. മീനൊക്കെ മണക്കുണ്ട്. വള്ളത്തിലിട്ട മുക്ക പീയ ഒന്ന് നടന്നാ നോക്കട്ടെ. നല്ലൊരു കളർ ഇട്ട ഗൈസ്, നല്ല കളറല്ലേ. നമ്മളിത് ആദ്യം ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായി, നമ്മള് പിന്നെ കൊടുത്തൂലേ ഇതിനെ. കൂടെ തന്നെ ഉണ്ടാവും. ഇതുവരെ കാണാത്ത സ്ഥലാണ്. പള്ളിയിലൊന്നുമില്ല. എന്നാ പാൽ കുടിക്കി ചെന്നിട്ട് ഇവിടെ മുട്ട തിന്ന ഒരാളും കൂടി ഉണ്ട്. മുട്ട ആളുണ്ട്. മുട്ട അങ്ങോട്ട് മേ കടിച്ചിടേ. അതുകൊണ്ടാണോ അതിനെ പിടിച്ച എന്റെ മണം കൊണ്ട് കടിച്ചു.
ഒന്നുമില്ല. കടിച്ച അടി ഇട്ടോ ഇത്രയും കാലമായിട്ട് കടിച്ചാത്ത ആളാണിത്. എന്നിട്ട് വല്ല കടിച്ചു ചോദിക്കണെന്നെ. ഓന് നമ്മളെ ചെറുക്കനാണ്. മുട്ടള നേരെ മുമ്പ് ഏതല്ലേ എടി 1 2 3 പീപ് തുടങ്ങിയോ? പീപ് അടി തുടങ്ങ്. കട്ടിലടിയിലാക്കിയല്ലേ? എവിടെ ആ പോണ് കട്ടിലടിക്ക് തെറ്റടാ. നമ്മളെ കൊഞ്ചിക്കുട്ടിയാണ്. നമ്മളോട് തെറ്റി നമ്മളോട് തെറ്റിലാക്കിയ മാറിക്കോ. എവിടെ കയ്യിലുണ്ടല്ലേ? പാലാറ്റിക്കൊണ്ടിരിക്കാണ്. പാല് ചൂടായിട്ടിക്കൊണ്ടിരിക്കാം. ഗ്യാസ് വേണോ? മണക്കുണ്ട്. മമ്മ ചോറ് വെച്ചിട്ടില്ലേ? കുറ്റില്ലേ? കഞ്ഞിയായിട്ടില്ലല്ലോ? എവിടെ പാല് കുടിച്ചോണ്ടിരിക്കണ ചെക്കം? പാല് കുടിച്ചോണ്ടിരിക്കണ്ട്. എന്തായാലും പാല് കുടിച്ചേട്ടെ. എന്താ പരിപാടി? ചെട്ടാനൊന്നുമില്ലേ? ഇമ്മച്ചി കുട്ടി തന്നെയാണ്. നമ്മളെ കരിയാണ്. കരിഞ്ഞട ഇമ്മച്ചി എടുക്കാൻ പറഞ്ഞു. കരിഞ്ഞടാണ് കുറച്ച്. ഒരു കരിയും ഒരു വെള്ളി. ദേഷ്യം വരണ്ട്. ഒരു പൊട്ടിയൊരു കരി. തൊള്ളി കടിച്ചിട്ടാലും കൂടി കടിച്ചാത്ത കുട്ടിയാണ്. പിന്നൊന്ന് കടിച്ചാ നോക്കിക്കണോ? കടിച്ചടാ. രണ്ടു നടിച്ചുണ്ടാവും തോന്നുന്നു. 2 ദിവസം ഉണ്ടാവും. പിന്നെ തമ്മിലൊരു കലബില. അതെ. പിന്നെ ഒരു എല്ലാ കുട്ടികളും കളിപ്പിച്ചോളെ ഓനെ. എടുത്ത് എറിയാണെന്നില്ലേ? എന്തായാലും കഴിച്ച് നമുക്ക് കണ്ടറിയാം. ചുണ്ടുമോള് വന്നാ എന്താ കാട്ടുകാവോ? ഇനി തള്ളിയും കൂടി വരല്ലേ?